ബീഹാറിൽ ഇത് നടപ്പാക്കിയതിൽ ഈ പറഞ്ഞ അവരുടെ അജണ്ട വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ മുമ്പിലുള്ള തെളിവാണ്. ഈ പറഞ്ഞ SIR, ഈ പറഞ്ഞ മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് എന്ത് അവിടെ നടത്തിയത്. പക്ഷെ അതിലെന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ അജണ്ടയിൽ നടപ്പാക്കിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്താലും ശരി, ഇത് അവരുടെ ഇതിനകത്തേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സബ്മിഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നാൽ അതേസമയം ഈ BLOമാരെ നമ്മൾ കൃത്യമായിട്ട് ആരാണ് എന്താണെന്നുള്ള SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിൽ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു. അത് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. എന്താണ് SIR എന്നത് പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കേട്ടതാണ്, അറിഞ്ഞതാണ്. ലളിതമായി പറഞ്ഞാൽ ഇപ്പോൾ നമ്മളാരും വോട്ടർമാർ അല്ലാതെയായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമ്മൾ വോട്ടർമാരാകണമെങ്കിൽ SIRൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വോട്ടർ പട്ടികയിൽ നമ്മളെല്ലാവരുടെയും പേര് വന്നു എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പല കോണുകളിൽ നിന്ന് ആശങ്കകളും അതുപോലെ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും, ഈ ശബ്ദം ശ്രവിക്കുന്ന, സ്പോട്ട്ലൈറ്റ് ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമുക്കോരോരുത്തർക്കും ഇതിൽ ചില കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് എന്നതാണ്. ഇതാരെങ്കിലും ചെയ്തുകൊള്ളും, അതേതെങ്കിലും രാഷ്ട്രീയക്കാർ അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി അത് ശരിയാക്കിക്കൊള്ളും എന്ന് വിചാരിച്ച് വീട്ടിലിരിക്കേണ്ടവരല്ല നമ്മൾ. മറിച്ച് നമുക്ക് ഓരോരുത്തർക്കും ചില കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ ചെയ്യുവാനുണ്ട്. നമ്മൾ ആദ്യമായി ഇതിൻ്റെ ഒരു ചർച്ചയിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ SIRമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ ഇലക്ഷൻ കമ്മീഷനിൽ നിന്നു തന്നെ പലപ്പോഴായി വാർത്താ സമ്മേളനങ്ങൾ വിളിക്കുന്നു, അതിൻ്റെ വിശദീകരണങ്ങൾ നൽകുന്നു, പത്രക്കുറിപ്പുകൾ ഇറങ്ങുന്നു. യഥാർത്ഥത്തിൽ അത്തരം ചർച്ചകൾ, വിശദീകരണങ്ങളൊക്കെ കേൾക്കുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു തോന്നൽ വരെയുണ്ട്. അഥവാ ഇത് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, അത് സുതാര്യമാണല്ലോ, കാര്യങ്ങളൊക്കെ ഭംഗിയായി പൂർത്തീകരിക്കാനുള്ള സാധ്യതയാണല്ലോ കാണുന്നത്, അത്രമേൽ പേടിക്കാനൊന്നുമില്ലല്ലോ എന്ന നിലക്ക് ഉള്ളൊരു തോന്നൽ ഒരു ഭാഗത്ത് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത്രമേൽ ജാഗ്രതപ്പെടേണ്ടതുണ്ടോ? എന്താണ് നമുക്ക് പറയാനുള്ളത്? തീർച്ചയായും ജാഗ്രതപ്പെടണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്, പണ്ടൊരു അധ്യാപകനെ ആദ്യം സ്കൂൾ കയറി, വലിയ സ്കൂളാണ്, ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്, ഒരുപാട് ആയിരക്കണക്കിന് കുട്ടികളുണ്ട്, അധ്യാപകരുണ്ട്, വലിയ 1-2 സ്റ്റാഫ് റൂമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവന് കയറിയിട്ട് 9 സീലാണ് അവന് ക്ലാസ്. അപ്പോൾ സീനിയർ അധ്യാപകരോട് ചോദിച്ചു, എന്ത് എനിക്ക് 9 സീലാണ് ക്ലാസ്, ഈ ബിൽഡിങ്ങിൻ്റെ എവിടെയാണ് 9 സീന്ന് ചോദിച്ചു. അപ്പോൾ ഇവനെ കുതിരയാക്കാൻ വേണ്ടിയിട്ട് എന്ത് പറഞ്ഞു, 9 സി 9 ബീൻ്റെ അപ്പുറത്താണ്. അപ്പോൾ 9 ബിയോട് ചോദിച്ചു, അത് 9 സീൻ്റെ അപ്പുറത്ത്. ചോദ്യത്തിന് ഉത്തരമായി, ഉത്തരമായി. പക്ഷെ ഓനെന്തേ മനസ്സിലായി, ഓനവിടെ പോകണം. അപ്പം ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ കേവലം ചില ആൾക്കാരുടെ ധാരണ എന്താ വെച്ചാൽ, ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വാക്ക് തർക്കം, ഇന്ന് പറഞ്ഞത് നാളെ പറയില്ല, എന്നൊക്കെ പറഞ്ഞ് ഈ പുതിയ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ പൊളിറ്റിക്സിനൊന്നും താല്പര്യമില്ല. അതൊക്കെ ഓരോരുത്തർ അവരുടെ ആവശ്യത്തിന് വേണ്ടി, ഉദരപൂരണത്തിന് വേണ്ടി നടപ്പാക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ ആ വൈക്കേ പോകില്ല. പിന്നെ വോട്ടും ഞാൻ ചെയ്യലില്ല, ഞാൻ കുറേ കാലമായിട്ട് വോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വോട്ടർ പട്ടികയൊക്കെ പരിഷ്കരിക്കുക എന്ന് പറയുമ്പോൾ വോട്ട് ചെയ്യാത്ത നിൽക്കുന്നതിനെ വോട്ടർ പട്ടിക പരിഷ്കരിക്കേണ്ട കാര്യം എന്ന നിലക്ക് വളരെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് ഈ വിഷയത്തൊക്കെ കാണുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു കേവലം വോട്ടിൻ്റെ വിഷയമല്ല, ഇത് പൗരത്വവുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൻ്റെ വിഷയം. അതായത് ഇന്ത്യൻ പൗരനാണ് യഥാർത്ഥത്തിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടാവുള്ളൂ. അതായത് ഒരാൾക്ക് വോട്ടുണ്ടാകണമെങ്കിൽ അതിന് 4 വ്യവസ്ഥകളുണ്ട്. ഒന്നാമത്തെ ഇത് ഇന്ത്യൻ പൗരനാകണം, രണ്ടാമത്തെ 18 വയസ്സാകണം, മൂന്നാമത്തെ സ്ഥിരതാമസക്കാരനാകണം, നാലാമത്തെ നിയമപരമായ തടസ്സങ്ങളൊന്നും കോടതി എന്ന് പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിലൊന്നാമത് പറഞ്ഞത് എന്താ, ഇന്ത്യൻ പൗരത്വം ഉണ്ടാകണമെന്നാണ്. അപ്പോൾ ഇനി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വരാൻ പോകണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇനി വോട്ടർ പട്ടികയിലുണ്ടെങ്കിലേ പൗരത്വം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഇനി പൗരത്വത്തിൻ്റെ അടിസ്ഥാനം എന്തായി മാറുകയാണ്, വോട്ടർ പട്ടികയായി മാറുന്ന ലക്ഷണങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിനെ വിശദീകരിക്കാൻ കൂടെ സമയമല്ല. അതാ പറഞ്ഞത്, എന്ത് 9 സി എവിടെ വെച്ചാൽ 9 ബിൻ്റെ അപ്പുറത്ത്, 9 ബി എവിടെ വെച്ചാൽ അതിൻ്റെ മറ്റിൻ്റെ അപ്പുറത്ത് എന്ന് പറഞ്ഞ് എന്ത് മനസ്സിലായി. അതേപോലെ ഇവിടെ ഇപ്പം എന്താ വെച്ചാൽ, വോട്ടർ പട്ടികയിൽ വരണമെങ്കിൽ ഇന്ത്യൻ പൗരനാകണം. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരനാകണമെങ്കിൽ എന്തിൽ വേണം, വോട്ടർ പട്ടികയിൽ വേണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിടന്നിട്ട് ആര് സ്വീപ്പാവുകയാണ്, നമ്മൾ പൗരന്മാർ ഇവിടെ
സ്വീപ്പാണ്. ഇത് ചെറിയ വിഷയമല്ല. അതായത് ഈ പൗരത്വവുമായി ഇന്ത്യൻ പൗരനാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്ന വിഷയവുമായി ഇതിന് ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കണം. അതാണ് എനിക്ക് ഒന്നാമതായിട്ട് ഇതിൽ പിന്നെ എല്ലാവരോടും സൂചിപ്പിക്കാനുള്ളൊരു കാര്യം. ഒരിക്കലും രാഷ്ട്രീയ പാർട്ടികളോടോ രാഷ്ട്രീയത്തോടോ ഉള്ള വിമുഖത കൊണ്ട് എന്ത് ചെയ്യരുത്, ഈ വിഷയത്തിൽ നിന്നും ഒരു കാരണവശാൽ നമ്മൾ മാറിക്കാൻ പാടില്ല. ഇതിലേക്ക്, ഈ പ്രോസസ്സിലേക്ക് നമ്മൾ തീർച്ചയായും എൻട്രി ചെയ്തിരിക്കണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എന്ത് ചെയ്യും, അതായത് കുളത്തിൻ്റെ വക്കത്ത് കൂടി പോകുമ്പോൾ അതിക്കാണ് തള്ളിയിട്ടാൽ പിന്നെ നീന്തിക്കായിരിക്കും. പക്ഷേ ചാടുന്നത് വരെ പ്രശ്നം തന്നെയാണ്. അതിൻ്റെ വക്കത്ത് കൂടി പോയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഇതിലേക്ക് എന്ത് ചെയ്യണം, എല്ലാവരും എൻട്രി ചെയ്യണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഒന്നുകൂടി ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ 2002 പട്ടികയിൽ ഉള്ള ആൾക്കാരാണ് എന്ത്, പിന്നെ നമ്മൾ ഈ 2002 2025 ആളുകൾക്കാണ് ഒരു പ്രശ്നമില്ലാത്ത സംഗതി മൂവ് ചെയ്യാൻ പറ്റുക. 2002 അടിസ്ഥാനമാക്കണത്. ഇപ്പോൾ എത്ര വർഷമായി? 2002 2025 എന്ന് പറയുമ്പോൾ ഏകദേശം 23 വർഷമായി അല്ലേ? 2002 പട്ടികയാണ് അടിസ്ഥാനമാക്കുന്നത്. ആ 2002 പട്ടിക പിന്നെ ക്രമീകരിക്കുന്ന അന്ന് നിസ്സാരമായി കണ്ട ആൾക്കാരുണ്ടാവും. ആ സമയത്ത് ഇതൊരു ഗൗരവത്തിൽ കാണും. ആ പ്രശ്നം ഇപ്പോഴാണ് അനുഭവിക്കുന്നത്. ഈ 24 വർഷം കഴിഞ്ഞിട്ട് 23 വർഷം കഴിയുമ്പോൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ ഏതുപോലെ ഒറ്റ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ബഷീർ ഒരു സ്ഥലം വാങ്ങിച്ചു. അപ്പോൾ ആ സ്ഥലം പിന്നെ നിങ്ങൾ വാങ്ങിയതൊരു പിന്നെ സെൻറ്റിന് 10 ലക്ഷം രൂപ വെച്ചിട്ടാണ്. അപ്പോൾ അത് പിന്നെ അതിൻ്റെ രേഖയൊക്കെ ഇതാക്കി ആധാരമായിട്ട് ചെന്നപ്പോൾ ഇവർ പറയണത് ഇതിൽ കുറച്ച് സംശയങ്ങളുണ്ട്, ഇതിൻ്റെ അടിയാധാരം വേണം. അപ്പോൾ ഇതിൻ്റെ അടിയാധാരം അന്വേഷിച്ചുകൊണ്ട് ചെന്ന് നോക്കുമ്പോൾ പിന്നെ അത് 4000 രൂപക്ക്, സെൻറ്റിന് 4000 രൂപ വെച്ചുകൊണ്ട് പണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ച സാധനമാണ്. അതാണ് ഇപ്പം എന്ത് ചെയ്യണത്, ഒരു സെൻറ്റ് 10 ലക്ഷത്തിന് എന്ത് ചെയ്യണത് നിങ്ങൾ വാങ്ങും. പക്ഷെ നിങ്ങൾക്ക് ആ വിക്രയം നടക്കണമെങ്കിൽ അന്നത്തെ അടിയാധാരം ക്ലിയർ ആകണം. വിഷയം മനസ്സിലായോ? ഈ അടിയാധാരം ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ ഈ 10 ലക്ഷം കൊണ്ടൊന്നുമില്ല, ഈ സംഗതി എന്ത് ചെയ്യുക നടക്കൂല അവിടെ. അപ്പോൾ ആ അടിയാധാരത്തിൻ്റെ വില നമുക്ക് മനസ്സിലാകുക. അതേപോലെ ഇപ്പം നമ്മളെ ബന്ധുക്കൾക്കും ആളുകൾക്കും ഒക്കെ പൗരത്വ ഈ പിന്നെ വോട്ടവകാശവും കാര്യങ്ങളൊക്കെ കിട്ടണതിൻ്റെ ബേസാക്കി എടുക്കുന്നത് ഏതാ? 2002 അപ്പോൾ ഇനി ഇപ്പം നമ്മൾ ഈ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ ആലസ്യം കാണിച്ചാൽ ഇനി അടുത്തൊരു തലമുറ എന്ത് ചെയ്യും, അവർക്ക് രേഖയിൽ അടിയാധാരം ഇല്ലാതെ പോകും. അപ്പോൾ ഇതാണ് ഇതിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ SIRനെ നമ്മൾ ഒരു ചലഞ്ചായിട്ട് കാണണം എന്നുള്ളത് തന്നെയാണ്. അതായത് ഞങ്ങളെല്ലാവരും വോട്ടർ പട്ടികയിലുണ്ടായിരിക്കും എന്ന ഒരു ചലഞ്ചായിട്ട് പൗരന്മാർ ഈ വിഷയത്തെ എന്ത് ചെയ്യണം, എടുക്കേണ്ടതുണ്ട്. ഒന്നത്. മറ്റെന്താ വെച്ചാൽ, ഇപ്പം നേരത്തെ പിന്നെ ബഷീർ പറഞ്ഞല്ലോ, ഇതിപ്പോൾ എന്തിനങ്ങനെ വിമർശിക്കേണ്ട കാര്യമുണ്ടോ? ഇത് വളരെ സുതാര്യമല്ലേ. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശദീകരണങ്ങൾ മാധ്യമങ്ങളിൽ വന്നു, പത്രങ്ങളിൽ വന്നു. അതേപോലെ ഇതിൻ്റെ ട്രെയിനിങ് BLOമാർക്കും ബന്ധപ്പെട്ട ആളുകൾക്കും കൊടുത്തു. അപ്പോൾ അവരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ, ഇത് വളരെ സുതാര്യമാണ്, എല്ലാ ചോദ്യങ്ങൾക്കും എന്തുണ്ട്, കൃത്യമായ ഉത്തരമുണ്ട്, പിന്നെ വെറുതെ ആശങ്കപ്പെടേണ്ടതില്ലല്ലോ എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ പിന്നെ ഇതിൻ്റെ സിസ്റ്റം അങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ ഇതിപ്പോൾ ഏകദേശം 9ാമത്തെ SIR ആണ്. ഇതിന് മുമ്പ് 8 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. അന്നൊക്കെ സ്വീകരിച്ച സിസ്റ്റങ്ങളുണ്ട്. അപ്പോൾ ആ സിസ്റ്റത്തിന് തുടർച്ചയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ സുതാര്യത എന്ത് ചെയ്യും, ബോധ്യപ്പെടും. ഒരാൾക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ സുതാര്യമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്ത് ചെയ്യും, ബോധ്യം. അപ്പോൾ ആ സിസ്റ്റം നോക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഈ സിസ്റ്റം കയ്യിലുള്ളവർ ആരാണ്, അത് ഏത് കാലഘട്ടത്തിലോ, അത് ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, ആ സിസ്റ്റത്തെ ചലിപ്പിക്കുന്നവരാരാണെന്ന് നോക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളതിനെ വിലയിരുത്തേണ്ടത്. ഇപ്പോൾ നല്ല അടിപൊളി ഒരു വണ്ടി, എല്ലാ പിന്നെ കമ്പനി ഇറക്കിയ വണ്ടിയാണ്, അതിനൊരു തകരാറുമില്ല. പക്ഷെ അത് ഓടിക്കുന്ന ഡ്രൈവർക്കും കൂടി ആ ക്വാളിറ്റി വേണം, ആ ഉത്തരവാദിത്ത ബോധം വേണം. അതിനുവേണ്ടി ഒരു ഓട്ടോറിക്ഷ പോലും ഓടിക്കാത്തവനാണ് വലിയൊരു വാഹനം ഓടിക്കണതെങ്കിലോ ആകെ പ്രശ്നമല്ലേ. പിന്നെ ആ വണ്ടി എത്ര നന്നായിട്ട് എന്താ കാര്യം, അതിനെപ്പറ്റി വലിയ പ്രശസ്തി പറഞ്ഞിട്ട് എന്താ കാര്യം, ഒന്നും കാര്യമില്ല. അത് ഓടിക്കുന്ന ആളൊരു പ്രധാനമാണ്. അതേപോലെ ഈ സിസ്റ്റത്തെ ചലിപ്പിക്കുന്ന ആളുകൾ ആര്, അവരുടെ ഇന്നലകൾ എന്ത്, അവർ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ത്, അവരോട് ഉണ്ടാക്കിയിരിക്കുന്ന ക്ലൈമറ്റ് എന്ത്, ഇത് ഏതൊരു ക്ലൈമറ്റിലേക്കാണ് ഇത് വരുന്നത് എന്നതിനെ സംബന്ധിച്ചിടത്തോളമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ വിഷയത്തിൽ ആലോചിക്കേണ്ടത്. ഇപ്പോൾ അടുക്കളയിൽ കറിക്കത്തിയുണ്ട്, ആ കത്തിന് ആർക്കും പേടിയില്ല. കാരണം ആ കത്തി എന്തിനാണ്, അത് പച്ചക്കറി വെട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ആ വീട്ടിലൊരു അന്തരീക്ഷം മാറിയാൽ, ക്ലൈമറ്റ് മാറിയാൽ, അതേ കത്തിയാണ് അവിടെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ നെഞ്ചത്തേക്ക് ആഴ്ന്നിറങ്ങാറുള്ളത്. ആ കത്തിക്ക് തകരാറുണ്ടോ? കത്തിയല്ലേ, കുഴപ്പമുണ്ടോ? പക്ഷെ ആ കത്തി ക്ലൈമറ്റ് മാറിയ പ്രശ്നമാണ്. അതേപോലെ രാജ്യത്തിൻ്റെ ക്ലൈമറ്റ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ കാര്യങ്ങൾ നമ്മൾ ബാക്കിലേക്ക് പോയിട്ട് ഇത് കൂട്ടിവെച്ച് ചിന്തിക്കണം. ആ ക്ലൈമറ്റ് മാറിയ സാഹചര്യത്തിൽ SIR വരുന്നു എന്നതും അതിൻ്റെ ഈ പറഞ്ഞ സുതാര്യതയും ഒന്നുമല്ല നമ്മൾ കാണേണ്ടത്.
അത് കൈകാര്യം ചെയ്യുന്ന അന്തരീക്ഷവും അതിൻ്റെ ആളുകളെയും തന്നെയാണ്. ഇനി ചില തെളിവുകൾ ഞാൻ പറയാം. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പാസ്സാക്കിയ CAA നിയമം നമ്മുടെ മുമ്പിലുണ്ട്. അത് കൂട്ടിവെച്ച് വായിക്കണം എന്ന് പറഞ്ഞാൽ, ഒന്നാം CAA നിയമവുമായി കൂട്ടിവെച്ച് വായിക്കണം, NRCയുമായി കൂട്ടിവെച്ച് വായിക്കണം, NPRയുമായി കൂട്ടിവെച്ച് വായിക്കണം. ഇതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, വായിക്കേണ്ടത്. കാരണം ഈ സന്ദർഭത്തിൽ വോട്ട് നഷ്ടപ്പെട്ടുകൊണ്ട് ഒരാൾ സംശയ പട്ടികയിലേക്ക് പോയി കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം എന്താ വരാൻ പോകുന്നത്? അയാൾ മുസ്ലിം ആണെങ്കിൽ അയാൾക്ക് ഈ CAA നിയമം എന്ത് ചെയ്യൂല, രക്ഷക്കെത്തൂല. വേറുള്ളവർക്കൊക്കെ ഒരു പക്ഷേ രക്ഷക്കെത്തിയേക്കാം. ഇത് പ്രധാനമാണ്. അതാണ് ഈ CAA നിയമവുമായിട്ട് ഇതിന് ബന്ധമുണ്ട് എന്ത് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. വേറുള്ളവരൊക്കെ ആ നിയമം കൊണ്ട് രക്ഷപ്പെട്ടു പോകും. അതിന് പറ്റിയൊരു നിയമം നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ പ്രതിഷേധങ്ങൾ വന്നിട്ടും അത് മാറ്റാതെ അവിടെ പാസ്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇതും കണക്ട് ചെയ്ത് കണ്ട് വേണം നമ്മൾ ചിന്തിക്കാൻ. ഒന്ന്. രണ്ടാമത്തത്, ഞാനിതിൻ്റെ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ പ്രശ്നമാണ് ഞാൻ പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമനത്തിൽ വരുത്തിയ മാറ്റം. നേരത്തെ 3 ആളുണ്ടായിരുന്നത്, ഒന്ന് ചീഫ് ജസ്റ്റിസ്, പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്. ഇപ്പോൾ അത് മാറ്റിയിട്ട് എന്തായി മാറി? പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ചീഫ് ജസ്റ്റിസിനെ മാറ്റിയിട്ട് അവിടെ പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരു ക്യാബിനറ്റ് പദവിയുള്ള വ്യക്തി. ഇനി നമ്മൾ ആ വ്യക്തികളുടെ ആ പദവി വിട്ടിട്ട് പേര് പറയാം. അതായത് ഒന്ന് നരേന്ദ്രമോദി, രണ്ടാമത് അമിത്ഷാ, അതാണ് ആ നിശ്ചയിച്ച ആള്, മൂന്നാമത്തത് രാഹുൽ ഗാന്ധി. അപ്പോൾ അവിടെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഭൂരിപക്ഷം ആയിരിക്കാം. ആ ഭൂരിപക്ഷം വെച്ചുകൊണ്ടാണ് ഇപ്പം എന്ത് ചെയ്തിട്ടുള്ളത്, അഥവാ അവനവന് ഇഷ്ടപ്പെട്ട അവനവൻ്റെ കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു ടീമിൻ്റെ രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന കമ്മീഷൻ. അവർ തുടർ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അത് സത്യപ്പെടുത്തുന്ന രീതിയിലാണ് അവരുടെ രീതികളൊക്കെ ബീഹാറിലും മറ്റു കേന്ദ്രങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളതും അതിനോട് അവർ പ്രതികരണങ്ങളും നമ്മൾ കാണുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ, ബീഹാറിൽ ഇത് നടപ്പാക്കിയതിൽ ഈ പറഞ്ഞ അവരുടെ അജണ്ട വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ മുമ്പിലുള്ള തെളിവാണ്. ഈ പറഞ്ഞ SIR, ഈ പറഞ്ഞ മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് എന്ത് അവിടെ നടത്തിയത്. പക്ഷേ അതിലെന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ അജണ്ടയിൽ നടപ്പാക്കിയിട്ടുണ്ട്. എന്നാൽ അതിന് ഇപ്പോൾ രാഹുൽ ഗാന്ധി വിഷയത്തിൽ ഇറങ്ങി തിരിച്ചല്ലോ, വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് ഗംഭീരമായി ഇറങ്ങി തിരിച്ചു. ഇപ്പോൾ ആളുകളൊക്കെ പറയുന്നത് അത് രാഹുൽ ഗാന്ധി വെറുതെ പ്രശ്നം ഉണ്ടാക്കി. അല്ല, രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പം കേരളത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി. അതായത് കേരളത്തിൽ SIR നടത്തുമ്പോൾ ചില മാറ്റങ്ങൾ വരുത്തി, അവിടെ തന്നെ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. കാരണം സുപ്രീം കോടതി ഇടപെട്ടു. സുപ്രീം കോടതി ഇടപെട്ടിട്ട് എന്ത് ചെയ്തു, ആധാർ കൂടി എന്ത് ചെയ്യണം, ഇതിന് രേഖയായിട്ട് പരിഗണിക്കണം എന്ന് പറഞ്ഞു. അത് പരിഗണിക്കണം എന്ന് പറയാൻ സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നു. എന്നിട്ടാണ് അത് സുപ്രീം കോടതി പറഞ്ഞപ്പോഴാണ് ഉൾപ്പെടുത്തിയത്. അപ്പോൾ അവിടെ പ്രതിഷേധങ്ങൾക്ക് എന്തുണ്ട്, ഫലമുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു അറ്റാക്ക് ബോംബ് എന്നാണ് അദ്ദേഹത്തിന് പേരിട്ട്. ആ ബോംബ് ശരിക്കും പൊട്ടിയത് കൊണ്ട് തന്നെയാണ് എന്ത് സംഭവിച്ചു. ഇപ്പോൾ ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയാം, വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അവിടെ ഒരു വോട്ടറെ നേരിൽ കണ്ട് ഒപ്പ് വാങ്ങണം എന്നായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഫോം പൂരിപ്പിച്ചിട്ട് BLO എന്ത് ചെയ്യണം, നിങ്ങളിപ്പോൾ അമീത് മാഷാണെങ്കിൽ അമീത് മാഷ് ഒപ്പിട്ടുകാണ്ട് എന്ത് ചെയ്യണം, അത് തരണം എന്നായിരുന്നു നിയമം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒപ്പിടാൻ കിട്ടൂല. അങ്ങനെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും, BLO തള്ളിക്കളയും. അങ്ങനെ സംഭവിച്ചു എവിടെ, ബീഹാറിൽ. അപ്പോൾ ഈ പ്രശ്നം കൊണ്ടാണ് ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ പുറത്തു പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഇപ്പം കേരളത്തിൽ എന്താക്കി, കേരളത്തിൽ ഇപ്പോൾ ആക്കിയത് ആ വീട്ടിൽ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഇട്ടാൽ മതി എന്നാക്കി. ഇത് ആക്കിയത് എന്തുകൊണ്ടാണ്, ഇവിടെ വിമർശനം ഉയർന്നത് കൊണ്ടാണ്. അപ്പോൾ വിമർശനം ഉയർത്തിയേണ്ടിയിരുന്നോ വേണ്ടേ, ചിന്തിക്കണം. രാഹുൽ ഗാന്ധിയുടെ വിമർശനം വേണ്ടിയിരുന്നോ വേണ്ടേ, ചിന്തിക്കണം. അത് ഉണ്ടായത് കൊണ്ടാണ് എന്ത് ഇപ്പം കേരളത്തിൽ ആ മാറ്റം വരുത്തിയത്. അതേപോലെ തന്നെ 1987 ശേഷം ജനിച്ചവർക്ക് അവരുടെ അച്ഛൻ അമ്മയുടെ ഡോക്യുമെൻ്റ് വേണമെന്നായിരുന്നു ബീഹാറിലുണ്ടായിരുന്നത്. അവരുടെ ഡോക്യുമെൻ്റ് വേണമെന്നായിരുന്നു. കേരളത്തിൽ എന്താക്കി, കേരളത്തിൽ അത് അച്ഛനോ അമ്മയോ വോട്ടർ പട്ടികയിൽ ഉണ്ടായാൽ മതി. അവരുടെ നമ്പർ ഉണ്ടല്ലോ, ക്രമനമ്പർ, ആ ക്രമനമ്പർ എടുത്ത് ചേർത്താൽ മതി. അങ്ങനെയുള്ള ഒരു സൊല്യൂഷനിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ വരാണ്ടായ കാരണം എന്താ, ഈ കാരണമാണ്. വിഷയം മനസ്സിലായോ? അതേപോലെ തന്നെ വേറൊന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ കേരളത്തിൽ ഇത് ചെയ്യാൻ പോകുന്നത് എന്താ അറിയാം. കേരളത്തിൽ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇവിടെ ഒരു 10-13 A ക്ലാസ് മണ്ഡലങ്ങൾ ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് BJPക്ക് ഇങ്ങനെ എഡ്ജുള്ള ചെറിയ 50 വോട്ട്, 100 വോട്ട്, 200 വോട്ട്, 1000 വോട്ടിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ മാത്രം നിൽക്കുന്ന ചില സ്ഥലങ്ങൾ അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിൽ ഈ SIR തീരുമ്പോഴേക്കും അവിടെ അതിനനുസരിച്ചൊരു പ്ലാന്റേഷൻ എന്ത് ചെയ്യും, നടത്തും. അത് ഭാവനയിൽ നിന്ന് പറയുകയല്ല, തൃശ്ശൂർ അതിന് ഉദാഹരണമാണ്. ഫ്ലാറ്റിൽ ആളുകളെ കൊണ്ടുവന്ന് അവിടെ അത് ചെയ്തു. അത് ചർച്ചയായപ്പോൾ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ, BJPയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ, ഞങ്ങൾ കാശ്മീരിൽ നിന്നാണെങ്കിലും ആളുകളെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, ഞങ്ങളിത് ചെയ്തിരിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് ഒരു പാർട്ടി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ
26 തെരഞ്ഞെടുപ്പ് മുമ്പ് ഈ SIR ഒരു തീവ്രമായി നടപ്പാക്കുന്നു എന്നതിൽ ആ ലക്ഷ്യം ഉണ്ട് എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അങ്ങനെ അത്ര നിഷ്കളങ്കമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഇതിനെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അപ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും റോളുണ്ട്. ആ റോള് രണ്ട് കൂട്ടരും കൃത്യമായി നിർവഹിക്കുമ്പോൾ മാത്രമേ പൗരന്മാർക്ക് സ്വസ്ഥമായിട്ട് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കണം. ഒരിക്കലും ഇത് വളരെ സുതാര്യമാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പാടില്ല. കണ്ണിലെണ്ണയൊഴിച്ച് ഇതിനെ നോക്കി നിൽക്കുകയും അതിനെ വിമർശിക്കുകയും തിരുത്തുകയും ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഈ സംഗതികൾ എന്ത് ചെയ്യുള്ളൂ, സുതാര്യമായി എളുപ്പമാക്കി കൊണ്ടുവരികയുള്ളൂ. കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ, ആളുകൾക്കിപ്പോൾ ആർക്കൊക്കെയാണ് പ്രശ്നം വരിക എന്നുള്ളതാണ്. ആ പ്രശ്നം വരുന്നത് മാത്രം ഒന്ന് നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ, ഇപ്പോൾ 2002 പട്ടികയിൽ പേരുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ 2025 പിന്നെ പേരുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമല്ല. അത് പെട്ടെന്ന് എന്ത് ചെയ്യും, ഒപ്പിട്ട് കാര്യം രക്ഷപ്പെട്ടു. എന്നാൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ആളുകൾ എന്ന് പറയുന്നത് ഒന്ന് മരുമക്കളാണ്, കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആളുകൾ. അവർ ശ്രദ്ധിക്കണം. കാരണം അവരുടെ രക്ഷിതാക്കളുടെ വിവരം എന്യൂമറേഷന് ആൾ വരുന്നതിന് മുമ്പ് ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അവർ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി റെഡിയാക്കി വെക്കണം. അതേപോലെ അവരുടെ രക്ഷിതാക്കളും എന്ത് ചെയ്യണം, ഈ വിവരം അവർക്ക് മക്കൾക്ക് എത്തിച്ചു കൊടുക്കും വേണം. ഒന്നതാണ്, എന്നാൽ അത് അവർക്ക് കാര്യം സേഫാക്കാം. പിന്നെ പ്രവാസികളാണ് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് മക്കൾ ഇപ്പോൾ വിദേശത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമല്ല. ഇപ്പോൾ പിന്നെ ഒരാളുടെ മകനും മകളും അവിടെയാണ്, പക്ഷെ അവരെ വാപ്പി ഉമ്മയൊക്കെ അവിടെ ഉണ്ട്. ആ വാപ്പി ഉമ്മയും ഒപ്പിട്ട് കൊടുത്താൽ മതി, ആ വിഷയം എന്ത് ചെയ്യും, പരിഹരിക്കും. എന്നാൽ കുടുംബസമേതം വീട് അടച്ചു പൂട്ടി പോയ ആളുകളാണെങ്കിൽ അവിടെ പ്രശ്നമുണ്ട്. അവിടെ എന്താണെന്ന് ചോദിച്ചാൽ, അയൽവക്കത്ത് ഒന്ന് ചോദിക്കുന്നത് ഇവിടുത്തെ ആളുകൾ എവിടെയെന്ന് ചോദിക്കും. അത് ഞങ്ങൾക്കറിയില്ല, അവർ കുറേ കാലമായിട്ട് ഗൾഫിലാണെന്ന് പറയും. അത് 2-3 പ്രാവശ്യം അതിൻ്റെ പ്രൊസീജിയർ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അത് വെട്ടും. അപ്പോൾ അവിടെ എന്ത് വേണമെന്ന് വെച്ചാൽ, അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, അവർക്ക് അവിടെ നിന്ന് ഓൺലൈനിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. എപ്പിക് നമ്പറും അവർ ഫോൺ നമ്പർ അടിച്ചു കൊടുത്താൽ അവർക്ക് OTP വരും. ആ OTP വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കുക. ആ ഡൗൺലോഡ് ചെയ്തെടുത്ത് ശരിയാക്കി കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ പ്രദേശത്തുള്ള BLOയുടെ ടാബിൽ എന്ത് ചെയ്യും, ആ സാധനം വരും. ഇതാണ് അതിൻ്റെ പക്ഷേ അതത്ര പറയുന്നത്ര എളുപ്പമല്ല. ഞാനിപ്പോൾ പല BLOമാരോട് സംസാരിച്ചു. അവർക്ക് ആ പ്രൊസീജിയർ എന്തല്ല, അവർക്കതിൽ ഇരുട്ടിലാണ് അവരുള്ളത്. അതായത് വിദേശത്ത് നിന്ന് OTP കിട്ടുക എന്നുള്ളത് നല്ല പ്രശ്നമുള്ള കാര്യമാണ്. നമ്മളെ നാട്ടിലത്തെ പോലെ എന്ത് ചെയ്യില്ല, അവിടുത്തെ OTP കിട്ടൂല. അപ്പോൾ അത് കുറച്ചുകൂടെ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. വരും ദിവസങ്ങളിൽ അതിന് പരിഹാരം ഉണ്ടാവുമെന്ന് വിചാരിക്കുക. പക്ഷേ പ്രവാസികൾ ആ വിഷയം എന്ത് ചെയ്യണം, പിന്നിൽ പോകണം. അത് വളരെ സുതാര്യമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേപോലെ ഇപ്പോൾ ബാംഗ്ലൂർ പോലുള്ള ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പഠിക്കാൻ പോയ ആളുകൾ, അവർക്കൊക്കെ അവിടുന്ന് ഓൺലൈനിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ OTPയും കാര്യങ്ങളും ആ സാങ്കേതികത്വവും സുതാര്യമാവുക എന്നത് ഉറപ്പുവരുത്തേണ്ടതാണ്. മറ്റൊന്ന്, ഈ കല്യാണം കഴിച്ച ആളുകളുണ്ടല്ലോ. ഇപ്പോൾ വയനാട്ടിൽ നിന്നൊക്കെ ഒരാൾ ഇവിടെ വന്ന്, അയാൾ ഇവിടെ വന്ന് പിന്നെ കല്യാണം കഴിച്ച് താമസിച്ചത്. അങ്ങനെയാണെങ്കിൽ അയാൾ അവിടുത്തെ രേഖ എന്ത് ചെയ്യണം, ഇവിടെ അയാൾ ഈ എന്യൂമറേറ്റർമാർ വരുന്നതിന് മുമ്പ് ഇവിടെ എടുത്തു വെക്കണം. അങ്ങനത്തെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, വേറൊരു ടീം ശ്രദ്ധിക്കേണ്ട ആരെന്ന് വെച്ചാൽ, ഇപ്പോൾ 2002 ശേഷമുള്ള ആളാണ്, പക്ഷേ അയാൾക്ക് ഇപ്പോൾ 40 വയസ്സുണ്ട്. 40 വയസ്സിന് മുകളിലുണ്ട്. പക്ഷെ 2002 പട്ടികയിലില്ല. കാരണം ആ സമയത്ത് ശ്രദ്ധിച്ചില്ല. മനസ്സിലായോ? അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒന്നുകിൽ വാപ്പ ഉമ്മ, പക്ഷെ അവർ രണ്ടാളും മരിച്ചുപോയി. പിന്നെ അല്ലെങ്കിൽ വല്യപ്പ വല്യമ്മ, അവരും മരിച്ചുപോയി. അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ രേഖയ്ക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഹാജരാക്കേണ്ടതുണ്ട്. അപ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് അന്ന് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. പക്ഷേ മനസ്സിലായോ? അപ്പോൾ ആ ആളുകളും ആ കാര്യം മനസ്സിലാക്കണം. പിന്നെ ഒന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് ഈ BLO ഒരു രസീത് തരും. ആ രസീത് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. അത് നിങ്ങൾ വാങ്ങിയിട്ട് അവിടെ കളയാൻ പാടില്ല. അത് ശരിക്കും സൂക്ഷിച്ച് വെക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞ് December 9 എന്ത് ചെയ്യും, കരട് പട്ടിക പ്രസിദ്ധീകരിക്കും. ആ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ എൻ്റെ പേര് അതിലുണ്ടോ എന്ന് ഓരോരുത്തരും നോക്കണം. ഇപ്പോൾ നമ്മൾ 2002 ലിസ്റ്റിൽ നമ്മളുണ്ടോ എന്ന് ഇപ്പോൾ നോക്കണില്ലേ. ഇനി December 9 ഓർത്ത് വെക്കുക. December 9 എന്ത് ചെയ്യണം, ഈ പ്രസിദ്ധീകരിച്ച കരട് പട്ടികയിൽ ഞാനുണ്ടോ, ഞാൻ കൊടുത്ത അപേക്ഷ അതിൽ വന്നിട്ടുണ്ടോ എന്ന നോട്ടം എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. പിന്നെ നമ്മുടെ നാട്ടിൽ BLOനെ പോയിട്ട് എന്ത് ചെയ്യുക, ശരിക്കും ഒന്ന് പരിചയപ്പെടുക. അയാളായിട്ട് നല്ലൊരു ഹോട്ട് ബന്ധം ഉണ്ടാവുക. അയാളൊരു ശത്രുവായി കാണാതിരിക്കുക. അയാൾക്കും ഈ കാര്യം നിർവഹിക്കുക എന്നുള്ള ഉത്തരവാദിത്തമേ ഉള്ളൂ. അയാൾ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രതിനിധിയാണെന്ന് പറഞ്ഞാൽ അയാളോട് ശത്രു ഉണ്ടാകേണ്ട കാര്യമില്ല. ഇത് നമ്മളെല്ലാവരും സഹകരിച്ച് ചെയ്യുക, എല്ലാവരും അതിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ജാഗ്രത നിർബന്ധമായിട്ടും വേണം. ഒരിക്കലും ഇതിനെ പറഞ്ഞ് നിസ്സാരമാക്കാൻ പാടില്ല. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? ഒരു 50-60 വയസ്സ് ആയ ഒരു മലയാളി പോലും
സമാനമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടില്ല. ഇതിനു മുൻപ് നമ്മൾ ഈ ഒരു പ്രക്രിയ നടക്കുമ്പോൾ ഇത്രമാത്രം ജാഗ്രത ആവശ്യമുണ്ടെന്നോ അല്ലെങ്കിൽ ഇത് ഒരു ഭയാനകമായ ഒരു കാര്യമാണെന്നൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ട് പോലില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പൗര സാക്ഷരതയുടെ ഏറ്റവും വലിയൊരു സമയമായിട്ട് നമ്മളതിനെ കാണേണ്ടി വരും. മാത്രമല്ല ഇത് നമ്മൾ പാനിക്കായിട്ട് കാര്യമില്ല, ആകെ പേടിച്ചിട്ട് കാര്യമില്ല, മറിച്ച് നമ്മൾ പ്രിപ്പയർഡ് ആകാൻ പറ്റുള്ളൂ. ഇതിനു വേണ്ടി കൃത്യമായ ആവശ്യമുള്ള തയ്യാറെടുപ്പുകൾ സ്വയവും സമൂഹത്തെയും അതിനുവേണ്ടി തയ്യാറാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളുടെ വോട്ടർ പട്ടികയിലുള്ളൊരു പേര് മാത്രമല്ല ഒരു വിഷയം. എൻ്റെ അയൽപക്കത്ത് ജീവിച്ചിരുന്ന എൻ്റെ ഒരു സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ ഒരു അയൽവാസി, അവൻ നാളെ ഒരു ഡൗട്ട്ഫുൾ വോട്ടറായിട്ട് മാറുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം അത് അതീവ വൈകാരികമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ എല്ലാവരും പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട് സഹായം നടത്തേണ്ട അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ട ഏതെല്ലാം രൂപത്തിൽ നമുക്ക് ഈ വിഷയത്തിൽ അന്യോന്യം സഹായിക്കാൻ പറ്റുമോ അത്തരം സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ട ഒരു സമയമാണ്. പിന്നെ ഇപ്പോൾ അഷ്റഫ് നേരത്തെ പറഞ്ഞ ഇപ്പം നമ്മൾ ഈ BLOമാർ ഒരു ശത്രുക്കളല്ല നമ്മൾ പറഞ്ഞു. പലപ്പോഴും വെച്ചാൽ ഇതൊക്കെ കൂടെ കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ദേഷ്യം തീർക്കാൻ കിട്ടുന്ന ആദ്യത്തെ ആളാരാണ്? BLO ആണ്. അപ്പോൾ അദ്ദേഹത്തോട് തട്ടിക്കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പണി അവസാനിപ്പിച്ചു പോകും. ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. കാരണം അദ്ദേഹമാണ് നമ്മളുടെ ചാനൽ എന്ന് പറയുന്നത്. രണ്ട്, ഈ BLOക്കാണെങ്കിലും അതുപോലെ ഇയോറാക്കാണെങ്കിലും അസിസ്റ്റൻ്റ് EROക്കാണെങ്കിലൊക്കെ വിപുലമായ അധികാരങ്ങളുണ്ട്. എന്നുവെച്ചാൽ അവർ നൽകുന്ന ഈ രേഖകളാണ് നാളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ അവരുമായിട്ട് വഴക്കടിച്ചുകൊണ്ടത് പിന്നെ നടപ്പാക്കാൻ പറ്റുമെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. നമ്മൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്താലും ശരി, ഇത് അവരുടെ ഇതിനകത്തേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സബ്മിഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നാൽ അതേസമയം ഈ BLOമാരെ നമ്മൾ കൃത്യമായിട്ട് ആരാണ് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യണം. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ ഇലക്ഷൻ കമ്മീഷനെ വിശ്വസിക്കാൻ വയ്യ എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഈ 324 അനുച്ഛേദം അനുസരിച്ചാണ് ഇപ്പോൾ ഇതൊക്കെ നടത്തുന്നത്. യഥാർത്ഥത്തിൽ അതാണ് അവർ പറഞ്ഞിട്ടുള്ളൂ. ഈ നമ്മളുടെ ഈ സർക്കുലർ വില പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സത്യത്തിൽ അതെന്താണ്? സത്യസന്ധവും സുതാര്യവും ഭയരഹിതവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്തുക, ഇതിനു വേണ്ട അധികാരാവകാശങ്ങളാണ് ഈ കമ്മീഷൻ നൽകിയിട്ടുള്ളത്. പക്ഷെ അതിന് ഒരു പൗരത്വ രേഖ തയ്യാറാക്കുന്നതിന് സമാനമായ രൂപത്തിലുള്ളൊരു പ്രക്രിയയിലേക്ക്, എന്ന് വെച്ചാൽ വേറെ പറഞ്ഞാൽ NRCയിൽ എന്താണോ ആവശ്യപ്പെട്ടത് അതേ രേഖകളാണ് ബീഹാറിലും ആവശ്യപ്പെട്ടത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിലേക്ക് ഇത് പോവുകയാണ് ചെയ്തത്. എനിക്ക് ഒന്നാമത് കേൾക്കുന്നവരോട് പറയാമെന്ന് വെച്ചാൽ നമ്മൾ ഈ BLOമാരുടെ സേവനം പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അവരോട് എന്ത് ചെയ്യുക, ആ രീതിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ സഹായം തേടിയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, മറ്റുള്ളവരുടെ സഹായവും തേടാൻ നമ്മൾ മടിക്കരുത്. ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് ഒരു പക്ഷേ ഇപ്പോൾ പല സംഘടനകളും പല സംവിധാനങ്ങളൊക്കെ ഒരു പക്ഷേ ഇതിൻ്റെ ഈ സമയങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വിസ്റ്റം തന്നെയും ഒരു അത്തരത്തിലുള്ള ഡെസ്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾക്ക് സഹായം, സത്യസന്ധമായി സഹായം ലഭിക്കുന്ന ഏതൊരു ഗ്രൂപ്പിൻ്റെയും സഹായം നമ്മൾ നേടാൻ ശ്രമിക്കണം. പിന്നെ വെച്ചാൽ നമ്മൾ ഈ അടിസ്ഥാനപരമായി വേണം എന്ന് നമ്മൾ മനസ്സിലാക്കിയ രേഖകൾ ഇതൊക്കെ റെഡിയാക്കി വയ്ക്കുക. അതിപ്പോൾ പെട്ടെന്ന് ആവശ്യമുണ്ടായിട്ടല്ല. കാരണം എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ അതിന് ശേഷമാണ് മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടുള്ളൂ. എങ്കിൽ പോലും അതൊക്കെ തപ്പിപ്പിടിക്കുന്ന സമയത്ത് ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ അതെല്ലാം തന്നെ കൃത്യമായിട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സമയം ഉപകാരം ചെയ്യും. ഇപ്പോൾ ഞാൻ സൈറ്റ് ഇപ്പോൾ ഇന്നലെ രാവിലെ നോക്കിയപ്പോൾ ഓപ്പണായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ എന്ത് ചെയ്യുന്നില്ല, സൈറ്റിൻ്റെ ഓപ്പണായി കിട്ടുന്നില്ല. ഇപ്പം എല്ലാവരും ഒരു പക്ഷേ ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടായിരിക്കും. അപ്പോൾ അത്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ പാനിക്കാവേണ്ട. കുറച്ച് പേര് ഒന്നിച്ച് ഒക്കെ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പരസ്പരം ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്തായാലും ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് BLOമാർ 3 തവണ നിങ്ങളുടെ വീടുകൾ സന്ദർശിക്കുന്നതാണ്. നമ്മളിത് കരുതിയിട്ട് BLO വരും എന്ന് കരുതി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ BLOയെ കണ്ടുമുട്ടിക്കൊള്ളുന്നൊന്നുമില്ല. അതുകൊണ്ട് 2 കാര്യം ചെയ്യേണ്ടത്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അവിടുത്തെ BLO ആരാണ്, അദ്ദേഹത്തിൻ്റെ നമ്പർ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് അങ്ങോട്ട് വിളിച്ച് ബന്ധപ്പെടാൻ വേണ്ടി വന്നാൽ അത് തയ്യാറാകണം.
2 പദ്ധതിയും വരുന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്കൊരിക്കലും ഇപ്പോൾ നമ്മളുടെ വോട്ടർ പട്ടികയിൽ കാര്യങ്ങൾ ചേർക്കാതിരിക്കാൻ പറ്റില്ലോ. അപ്പോൾ അത് നിർബന്ധമായിട്ട് ആളുകൾ ഇത് ചെയ്യണം. പിന്നെ അതായത് വെച്ചാലൊരു സ്വന്തം ഉത്തരവാദിത്വമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ കാണുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ BLO സെർച്ച് ചെയ്യാൻ സഹായിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ആ സമയത്ത് ഓരോ വീട്ടിലും പോയിട്ട് BLO ആ സമയത്ത് ഇത് ഓപ്പണാക്കി സെർച്ച് ചെയ്ത് കാണിച്ചു കൊടുക്കും. നമുക്ക് വിശ്വസിക്കാൻ വയ്യ. സെർച്ച് ചെയ്തിട്ടില്ലല്ലോ, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞാൽ തർക്കിച്ചിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച് മതിയാവുള്ളൂ. പിന്നെ ഈ 2002 ഈ വോട്ടേഴ്സ് ലിസ്റ്റ്, അതാണിപ്പോൾ എലിജിബിൾ വോട്ടേഴ്സ് ലിസ്റ്റായിട്ട് പിന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിൽ നടന്ന അപ്ഡേഷൻസ് പലപ്പോഴും എന്നുവെച്ചാൽ ഈ നിയമസഭാ മണ്ഡലങ്ങൾ മാറിയത്, ചിലപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ബൂത്ത് തന്നെ അല്ലാതെ ഇതൊക്കെ ഉണ്ടാവും. ഇത്തരം കാര്യങ്ങൾ അറിയാതെ പോകുന്ന ചിലർ, ഇപ്പോൾ ഒരുപാട് വിളികളൊക്കെ അങ്ങനെയാണ് വരുന്നത്. ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ 2 വോട്ടർ പട്ടിക ഉണ്ടല്ലോ, അതിപ്പോൾ നമ്മൾ ഈ പഞ്ചായത്ത് നടക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ മിഞ്ഞാന്ന് ഒരാളോട് സംസാരിക്കുന്ന സമയത്ത്, അല്ല ഞാനിപ്പോൾ കഴിഞ്ഞ മാസം പോയിട്ട് എന്ത് ചെയ്യുന്നു, ഇന്ത്യയൊക്കെ പോയിട്ട് ശരിയാക്കിയിരുന്നതാണ്. അതെ, അപ്പോൾ ഇത് രണ്ടും രണ്ടാണെന്നറിയാത്ത പാവങ്ങളുണ്ട്. ഇവരൊക്കെ അപകടത്തിൽപ്പെടാൻ സാധ്യത ഉള്ളവരാണ്. അതുപോലെ നമ്മൾ ഈ 2 കോപ്പി നേരത്തെ പറഞ്ഞല്ലോ, 2 കോപ്പി ഉണ്ടാകും. ഒരു കോപ്പി BLOക്ക് കൈമാറുന്നതും മറ്റൊരു കോപ്പി BLO ഒപ്പിട്ട് നമ്മൾക്ക് തരുന്നതാണ്. ആ കോപ്പി ഏറ്റവും വലിയൊരു രേഖയാണ്. അത് നിർബന്ധമായിട്ട് സൂക്ഷിച്ചു വെക്കാൻ ശ്രമിക്കണം. കാരണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. പിന്നെന്ന് വെച്ചാൽ ഒരു ഡൗട്ട്ഫുൾ വോട്ടറായി മാറാതിരിക്കുക എന്നുള്ളത് സ്വന്തം ഉത്തരവാദിത്വമായിട്ട് കാണണം. സംശയാസ്പദമായ വോട്ടറായാൽ സംഭവിക്കുന്നതാണ്, വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ നെക്സ്റ്റ് ലെവല് ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പൗരത്വം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൽ നിന്നും പുറത്താകും, പൗരത്വ രജിസ്റ്ററിൽ നിന്നും പുറത്താകും. അപ്പോൾ ഈ 2 അപകടങ്ങളിലേക്കാണ് പോകുന്നത്. എന്തായാലും ഇപ്പോൾ നാളെ കോടതി കേസ് എടുക്കുന്നുണ്ട്. തമിഴ്നാടും ഇതിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ് റേസ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ നമുക്ക് വളരെ നേരിയ ഒരു സാധ്യത മാത്രമേ കാണുന്നുള്ളൂ. എങ്കിൽ പോലും അതിൽ നമുക്കൊരു പരിധിവരെ പ്രതീക്ഷ അർപ്പിക്കാം. പക്ഷേ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും വഴിയിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കും എന്ന് തന്നെ നമ്മൾ കരുതേണ്ടത്. കാരണം ഈ സർക്കാരിന് ഇനിയും കാലാവധി ഉണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഒരു 2 വർഷം കഴിഞ്ഞാണെങ്കിലും വേണമെങ്കിൽ ഇത് എന്ത് ചെയ്യാൻ വരാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മളുടെ ഒരു തെരഞ്ഞെടുപ്പ്, വോട്ട്, ഇത്തരം കാര്യങ്ങൾ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സമയമാണ്. നമ്മുടെ സാമൂഹ്യ ബോധം, സേവനബോധം, ഇതൊക്കെ ഏറ്റവും നന്നായിട്ട് നമ്മൾക്ക് ജനങ്ങൾക്ക് മുൻപിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലോകത്തിന് മുൻപിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരു സമയമാണ്. അതെല്ലാവരും പൗരന്മാരെന്ന നിലയിലും മനുഷ്യരെന്ന നിലയിലും നിർവഹിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പറയാം. അതിൽ ഒരു കാര്യമുണ്ട്, ഇതിൽ ഈ BLOമാർക്ക് ഇതിൽ വലിയ പങ്കുണ്ട്. അപ്പോൾ അവർ പിന്നെ ഏകദേശം 1100 വീടാണ് വോട്ടർമാരാണ് ഒരു ബൂത്തിൽ ഇനി ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ അത് പല BLOമാർക്കും കൂടുതലുണ്ട്, ചില BLOമാർക്ക് കുറവുണ്ട്. അപ്പോൾ ഈ കൂടുതലുള്ള BLOമാർക്ക് അവരുടെ ജോലിഭാരം കുറക്കാൻ വേണ്ടി അതൊന്ന് പകുതിയാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ ആവശ്യം ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേറൊന്നുള്ളത് അവരനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഒരു മാസം അവർ സ്കൂളിൽ നിന്ന് ലീവ് എടുത്ത ആളുകളായിരിക്കും. അവർ സ്കൂളിലേക്കും അതുപോലുള്ള സ്ഥാപനങ്ങളിലേക്കും ഇനി പോകണ്ട, ഇതിൽ തന്നെ പോയാൽ മതി എന്നാണ്. പക്ഷെ അങ്ങനെ പോകുമ്പോൾ അവർ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ അവരുടെ ഉത്തരവാദിത്തം ആര് ചെയ്യും? അതിന് പകരം അവിടെ ആളാക്കാൻ പറ്റുമോ? ഈ ചോദ്യത്തിന് ഇപ്പം എന്തല്ല, വ്യക്തമല്ല. പിന്നെ ഇവർക്കൊരു അസിസ്റ്റൻറ്റിനെ വെച്ച് കൊടുക്കുക എന്നുള്ള അഭിപ്രായം വരുന്നുണ്ട്. പക്ഷെ ആ വെക്കുന്ന അസിസ്റ്റൻറ്റിന് ആരാണ് പ്രതിഫലം കൊടുക്കുക, ആരാണ് ശമ്പളം കൊടുക്കുക? വ്യക്തമല്ല. അപ്പോൾ ഇത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് ഓഫീസറാണോ ഇതിന് പിന്നെ ഉത്തരവാദി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കൂടി ശ്രദ്ധിക്കുമ്പോഴാണ്, അതിനുകൂടി ക്ലാരിറ്റി വരുത്തുമ്പോഴാണ് ഈ BLOമാർക്ക് സത്യസന്ധമായിട്ടും ഫ്രസ്ട്രേഷൻ ഇല്ലാതെയും ജോലി ചെയ്യാൻ കഴിയുള്ളൂ. കാരണം അവർക്കൊക്കെ എത്രയാണ് റിമ്യൂണറേഷൻ അതുപോലും ഇപ്പോൾ പറഞ്ഞിട്ടില്ല. അതൊക്കെ ശരിക്കും പറയണ്ടേ? അതൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് അവരെ സേഫാക്കി തന്നെ വേണം. അപ്പോഴാണ് അവർക്ക് ആ കാര്യം കൃത്യമായിട്ട് നിർവഹിച്ച് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൂടി ഇതിൽ തിരിച്ചറിയണം. തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ജാഗ്രത പാലിക്കുന്നതോടൊപ്പം തന്നെ തയ്യാറെടുപ്പോടുകൂടി നമ്മുടെ പേരുകൾ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ പരിസരത്തും നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ എത്തിച്ചു നൽകേണ്ട ഒരു സമയം കൂടിയാണ് എന്നാണ് കൂട്ടിച്ചേർക്കാനുള്ളത്.